ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സിലെ കൺസർവേഷൻ ലോസ് എന്ന് പറയുന്ന സെക്ഷനാണ്. കൺസർവേഷൻ ലോസ് നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ കൺസർവേഷൻ ലോസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത് ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ കൺസർവേഷൻ ലോസ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് കൺസർവേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി. Okay, so the first one, conservation of linear momentum. നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഏത് ടേം ആണെങ്കിലും, ഇപ്പോൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആണെങ്കിലും, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണെങ്കിലും, കൺസർവേഷൻ ഓഫ് എനർജി ആണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ടോട്ടൽ ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി, ലീനിയർ മൊമെൻറ്റം ആണെങ്കിൽ ലീനിയർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം, എനർജി ആണെങ്കിൽ എനർജി, ദാറ്റ് റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. ടോട്ടൽ ഇപ്പോൾ ഈ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുകയാണെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. പക്ഷേ അതിനൊരു സർട്ടൻ സ്പെസിഫിക് കണ്ടീഷനും കൂടെ ഉണ്ട്. ആ കണ്ടീഷനും കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ടി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റമാണ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് 0, ഇഫ് ദ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ നമുക്കറിയാം ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0. ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻസിയേഷൻ, ഒരു ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസിയേഷൻ 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്വാണ്ടിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് ആണ് 0 ആയിട്ട് മാറുന്നത്. ദാറ്റ് മീൻസ് പി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. പി എന്ന് പറയുന്നതാണ് നമ്മുടെ ലീനിയർ മൊമെൻറ്റം അല്ലേ. സോ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടുന്നു എപ്പോൾ? വെൻ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0. സോ ഇതാണ് ഏത് ലോ പറയുന്നത്? കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ കൺസേർവ്ഡ്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു സെക്ഷനാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൽ പറഞ്ഞത്. അതിൻ്റെ ബേസിക് കണ്ടീഷൻ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കൺസർവേഷൻ ലോയിലേക്ക് വരികയാണ്. ജസ്റ്റ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റ്, ലെറ്റ് ബി എ. ഈ പോയിന്റിൽ ഒരു ലീനിയർ മൊമെൻറ്റം ഈ ഡയറക്ഷനിലുണ്ടെന്ന് വിചാരിക്കുക. സോ ഹിയർ ദ ആംഗുലാർ മൊമെൻറ്റം പലപ്പോഴും ജെ എന്നുള്ള ലെറ്റർ, ക്യാപിറ്റൽ ജെ എന്നുള്ള ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എൽ എന്നുള്ള ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെ എന്നുള്ള ലെറ്ററാണ്. ആംഗുലാർ മൊമെൻറ്റം ജെ ഇസ് ഈക്വൽ ടു, ആംഗുലാർ മൊമെൻറ്റം ഇസ് ഡിഫൈൻഡ് ആസ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റമാണ് ആംഗുലാർ മൊമെൻറ്റം, വിച്ച് ഇസ് ഗിവൺ ബൈ ആർ ക്രോസ് പി. ആംഗുലാർ മൊമെൻറ്റമാണ് ജെ. ആംഗുലാർ മൊമെൻറ്റം is the moment of linear momentum. That is rotational analog ആണ്. rotational analog of linear momentum എന്നും നമുക്ക് പറയാം കേട്ടോ. So J is equal to R cross P. Okay. So here dJ by dt എടുക്കുക. That is ഈ ഇക്വേഷനെ നമ്മൾ ഡെറിവേറ്റീവ് ആണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ജെക്ക് പകരം ആർ ക്രോസ് പി ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? യു ബി മെത്തേഡ് യൂസ് ചെയ്യണം. ഡി ആർ ബൈ ഡി ടി ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. സോ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് വെലോസിറ്റി ആണ്, വെലോസിറ്റി ക്രോസ് മൊമെൻറ്റം. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. സോ വെലോസിറ്റി വി ക്രോസ് ലീനിയർ മൊമെൻറ്റമാണ് പി, വിച്ച് ഇസ് ഗിവൺ ബൈ മാസ് ഇൻറ്റു വെലോസിറ്റി. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനാണ്. ഈ പ്ലസ് നോട്ട് ഈക്വൽ ടു പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി നമ്മൾ എഴുതി എഫ് ആണ് നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഓക്കെ, നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ട് നോക്കുക. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണുന്നതാണ് വി ക്രോസ് വി. എം കോൺസ്റ്റൻ്റ് ആണ്,
സോ വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സും സെയിം ഡയറക്ഷനിൽ. ഇഫ് ടു വെക്ടേഴ്സ് ആർ ഇൻ പാരലൽ, രണ്ട് വെക്ടേഴ്സും സെയിം ആണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ എന്താണ്, സെയിം ആണ്. ഇഫ് ടു വെക്ടേഴ്സ് ആർ പാരലൽ ദെൻ നമുക്കറിയാം വി ഇൻറ്റു വി ആണെങ്കിൽ വി സ്ക്വയർ സൈൻ തീറ്റയാണ് വരിക. തീറ്റ ഇവിടെ 0 ആണ്. സൈൻ 0 ആയി കഴിഞ്ഞാൽ വി ക്രോസ് വി എന്താണ്, 0 ആണ്. ഇഫ് ടു വെക്ടേഴ്സ് ആർ സെയിം ഓർ പാരലൽ ദെൻ ദ ക്രോസ് പ്രൊഡക്റ്റ് വിൽ ബി 0. അപ്പോൾ ആ റിസൾട്ട് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് വരുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡി ജെ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് വിച്ച് ഇസ് കോൾഡ് ടോർക്ക്. ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആണ്, വിച്ച് ഇസ് കോൾഡ് ടോർക്ക്. സോ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്താണ്, ഡി ജെ ബൈ ടി ടി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. If the external torque or in the absence of external torque, then torque tau is equal to 0. നമുക്കറിയാം ഡി ജെ ബൈ ഡി ടി എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ടോർക്ക് ഈക്വൽ ടു ഡി ജെ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ് ടോർക്ക്. സോ ദിസ് ഷോസ് ദാറ്റ് ജെ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എപ്പോഴാണ് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നത്, വെൻ ടോർക്ക് ഈസ് ഈക്വൽ ടു 0. That is, in the absence of external torque, angular momentum remains constant. Okay, അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും കണ്ടീഷൻസ് ആണ് പറയുന്നത്. ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആവുന്നത് എപ്പോഴാണ്, വെൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആകുമ്പോഴാണ് ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആവുന്നത്. എക്സ്റ്റേണൽ ടോർക്ക് 0 ആകുമ്പോഴാണ് ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആവുന്നത്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമ്മുടെ രണ്ട് കൺസർവേഷൻ ലോസ്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റവും കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റവും. ഓക്കെ, തേർഡ് വൺ, conservation of energy. The term itself says the total energy remains constant. ഇവിടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നത് എപ്പോഴാണെന്നുള്ളതാണ്, under conservative force field. If the force is a conservative force, then the total energy remains constant. Total mechanical energy, especially we are dealing with the mechanical energy, that's why total mechanical energy remains conserved. Okay, so നോക്കാം, we have 2 points, 1 and 2. I can move from 1 to 2 in this way, which is represented by A, or through this way given by B. Okay, A എന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നിന്ന് സെക്കൻഡ് പോയിന്റിലേക്ക് രണ്ട് റൂട്ട് ചൂസ് ചെയ്യാം. ഐദർ ഐ ക്യാൻ മൂവ് ത്രൂ എ or I can move through B. Okay, suppose W is the work done in moving the object from the point 1 to 2. 1 നിന്ന് 2ലേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ W ആണെന്ന് വിചാരിക്കുക, ത്രൂ ദ പാത്ത് A. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ത് വർക്ക് ഡണ്ടെ ഇക്വേഷൻ. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെ നിന്നാണ്, ഫസ്റ്റ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടേക്കാണ് എത്തുന്നത് 2. സോ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് നമുക്ക് വേണം. ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ്, സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിൻറ്റ് 1 ആൻഡ് ഇറ്റ് ഫിനിഷസ് അറ്റ് ദ പോയിൻറ്റ് 2. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം നമ്മൾ എഫ് ഡോട്ട് ഡി ആർ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി വിച്ച് ഇസ് T2 മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി T1. ഓക്കെ, ദിസ് ഇസ് ദ വർക്ക് എനർജി തിയറം. ഓക്കെ, so W is equal to T2 minus T1 എന്ന് പറയുന്ന റിലേഷൻ, ലെറ്റ് ബി 1. ഓക്കെ, ജസ്റ്റ് ഹൈലൈറ്റിംഗ് ദിസ് റിലേഷൻ. നമുക്കിത് പിന്നെ ആവശ്യം വരും, അതുകൊണ്ടാണ് ആ റിലേഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സപ്പോസ് ദ വർക്ക് ഡൺ ടു മൂവ് ദാറ്റ് ഒബ്ജെക്ട് ഫ്രം 1 to 2 through A or B, both are same. That means if the work done is depending upon only the initial and final positions, that means it does not depend upon the path, through which path we are reaching from 1 to 2. ത്രൂ എയിലൂടെയാണോ ത്രൂ ബിയിലൂടെയാണോ ഒന്നും വിഷയമല്ല, എങ്ങനെയാണെങ്കിലും വി ആർ ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്, ദെൻ യു ക്യാൻ കോൾ ദാറ്റ് ഫോഴ്സ് ഇസ് സെറ്റ് ടു ബി എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് എന്താണ് ഈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ളത്. എ ഫോഴ്സ് ഇസ് സെറ്റ് ടു ബി കൺസർവേറ്റീവ് ഇഫ് the work done by this force in moving a particle from one point to another
depends only on the initial and final position and does not on the path followed, then the force is said to be conservative force. Okay, അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആവുമ്പോൾ വർക്ക് ഡൺ ഡിപ്പെൻസ് only on initial and final points positions and not on the path followed. ഏതിലൂടെയാണ് പോകുന്നത്, എയിലൂടെയാണോ ബിയിലൂടെയാണോ വണ്ണിൽ നിന്ന് ടൂയിലേക്ക് എത്തിയതെന്ന് വിഷയമല്ല. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ പൊസിഷൻസ് 1 and 2. അങ്ങനെ വരുമ്പോഴാണ് ഫോഴ്സ് എന്ത് ഫോഴ്സായിട്ട് പറയുക, കൺസർവേറ്റീവ് ഫോഴ്സായിട്ട് പറയുക. ആൻഡ് ദ ഫീൽഡ് ഈസ് കോൾഡ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ആ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ രണ്ട് ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹിയർ ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് is depending only on the initial and final positions and not on the path followed, then the force is said to be conservative. Okay, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ അതാ 1ൽ നിന്ന് 2ലേക്ക് മൂവ് ചെയ്യുന്നു, ത്രൂ എ ത്രൂ ബി, രണ്ടാണെങ്കിലും വർക്ക് ഡൺ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 2ലേക്ക് പോയി ദെൻ ബാക്ക് ടു 1 റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്ലോസ്ഡ് പാത്ത്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും സെയിം ആണെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓൺലി, അല്ലേ. അതെങ്ങനെയൊക്കെ പോയി ഏതിലൂടെ പോയി എന്നുള്ളതൊന്നും വിഷയമല്ല. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എവിടെ അവസാനിക്കുന്നു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഇഫ് ദ ഒബ്ജക്റ്റ് റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ ദെൻ ദ വർക്ക് ഡൺ ബൈ ദിസ് കൺസർവേറ്റീവ് ഫോഴ്സ് ഷുഡ് ബി 0. അപ്പോൾ ആ പോയിൻ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഇഫ് ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമാണ് നമുക്കിത് പറയാൻ പറ്റുന്നത് കേട്ടോ. ഇഫ് ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്, the work done on the particle around a closed path is 0. അപ്പോൾ വർക്ക് ഡൺ എന്താണ്, 0 ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഇക്വേഷനിലേക്ക് വരുന്നത്. നോക്കുക, ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ പ്രത്യേകത നോക്കുക, എന്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രേഷൻ്റെ മുകളിലൊരു സർക്കിൾ ഇട്ടിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് പാത്ത് ആണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ലൈൻ ഇൻ്റഗ്രൽ വർക്ക് ഡൺ ഇക്വേഷനാണ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ. ഇഫ് ഇറ്റ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ ഇനി closed line integral f dot dr is equal to 0. Then there is a theorem called Stokes theorem. സ്റ്റോക്സ് തിയറത്തിൽ പറയുന്നത് ലൈൻ ഇൻ്റഗ്രലിനെയും സർഫസ് ഇൻ്റഗ്രലിനെയും തമ്മിൽ കൺവേർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള റിലേഷനാണ്. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. ദാറ്റ് ഈസ് ഫോഴ്സിനെ ഫോഴ്സ് ഓവർ ലൈൻ ഇൻ്റഗ്രൽ ഈസ് ചേഞ്ച്ഡ് ടു curl of the force over the surface integral. This Stokes theoretical statement ആണിത് ആക്ച്വലി. സോ നോട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ലൈൻ ഇൻ്റഗ്രൽ ഓവർ എഫ് ക്ലോസ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു, സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0 അല്ലേ, കാരണം 0 ആണെന്ന് നമ്മുടെ മുകളിലത്തെ ഇക്വേഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഡെൽ ക്രോസ് എഫ്, ദാറ്റ് മീൻസ് കേൾ ഓഫ് ഫോഴ്സ്. ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഈസ് ഓൾവേസ് 0. കേൾ ഓഫ് ഗ്രേഡിയൻ്റ് ഈസ് ഓൾവേസ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കേൾ ഓഫ് എഫ് ഈക്വൽ ടു 0 എന്നാണ്. ദാറ്റ് മീൻസ് എഫ് ക്യാൻ ബി represented as
ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫോഴ്സിനെ ഒരു സ്കേലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. സോ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നാണ് ഈ ഒരു ഫോം വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഗ്രേഡിയൻറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് del cross or del of v, not cross or dot, del of v. Okay, minus del v എന്ന് പറയും. So where del is called a vector differential operator, is given by I dou by dou x plus j dou by dou y plus k dou by dou z. ഇതാണ് del എന്ന് പറയുന്ന വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ. സോ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഓഫ് ഡെല്ലിന് പകരം ഇതാണ് ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ. ഇവിടെ ഐ ജെ കെ ഒക്കെ യൂണിറ്റ് വെക്റ്റേഴ്സാണ്. സോ ഇതൊരു വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണെന്നുള്ളത് നമുക്ക് ഇന്ന് ക്ലിയർ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഐ ക്യാപ് വി എല്ലാത്തിനും ഉണ്ട് അല്ലേ, ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ് ഡോ വി ബൈ ഡോ സെഡ്. ഇവിടെ ഡോ ബൈ ഡോ സെഡ് ഡോ ബൈ ഡോ വൈ എന്നൊക്കെ പറയുന്നതൊക്കെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ആൻഡ് ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതേ റിലേഷൻ അല്ലെങ്കിൽ ഫോഴ്സിന് പകരം നമുക്ക് എന്ത് ചെയ്യണം, ഈ സംഭവം നമ്മുടെ ഇക്വേഷനിൽ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്ന റിലേഷൻ വരുന്നില്ലേ അവിടെ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ പാർട്ടിക്കിൾ ഫ്രം 1 to 2, നമ്മൾ ക്ലോസ് പാത്തിൻ്റെ അല്ല പറയുന്നത് 1 to 2, നമ്മളിങ്ങനെ എഴുതാറുള്ളത് എഫ് ഡോട്ട് ഡി ആർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അവിടെ എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഈ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് ഞാൻ പുറത്തേക്ക് എഴുതുന്നു, ഡോ വി ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ വി ബൈ ഡോ സെഡ് കെ ക്യാപ് ഡോട്ട് ഡി ആർ. ഡി ആർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണ്. സോ ഇതും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഡണ്ണിനെ സിമ്പിളായിട്ട് എഴുതാവുന്ന റിലേഷൻ ഇങ്ങനെയാണ്, മൈനസ് ഡി വി എന്നുള്ളതാണ് കിട്ടുക. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ഫ്രം ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ഫ്രം 1 to 2. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്, ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഡെറിവേറ്റീവ് ഡിയും വേണ്ട ഇൻ്റഗ്രേഷൻ്റെ സിമ്പിളും വേണ്ട, ദാറ്റ് ഇസ് ദ റിസൾട്ട് ഇസ് വി. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് v എന്ന് വരും വിത്തിൻ ദ ലിമിറ്റ്സ് 1 to 2, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് 2 മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് 1. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് അപ്പർ ലിമിറ്റ് കൊടുക്കുക v2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്താൽ v1 മൈനസ് v2 എന്ന് കിട്ടും. ഈ റിലേഷനാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ റിലേഷൻ. സോ ഇവിടെ നമ്മൾ പറഞ്ഞ റിലേഷൻ, ആദ്യം നമ്മൾ എഴുതിയിട്ടുള്ള റിലേഷൻ നോക്കുക, ഡബ്ല്യു ഇസ് ഈക്വൽ ടു T2 മൈനസ് T1, ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു T2 മൈനസ് T1 വിച്ച് ഇസ് ദ വർക്ക് എനർജി തിയറം. അതേപോലെ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ നമുക്ക് കിട്ടിയതാണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു V1 മൈനസ് V2. രണ്ട് റിലേഷൻസ് ഇതാണ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു T2 മൈനസ് T1 എന്നുള്ള ഇക്വേഷൻ നമ്പർ 1ഉം ഡബ്ല്യു ഇസ് ഈക്വൽ ടു V1 മൈനസ് V2 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വേറ്റ് ചെയ്യാം. V1 മൈനസ് V2 ഇസ് ഈക്വൽ ടു T2 മൈനസ് T1. അപ്പോൾ T1 ഫസ്റ്റ് 1 എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റുള്ള ആൾക്കാരെയൊക്കെ ഒരു സൈഡിലേക്കും 2 എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റുള്ള ആൾക്കാരെയൊക്കെ മറ്റു സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ V1 മൈനസ് T1 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് T1 ആയിരിക്കും, ഈക്വൽ ടു T2 ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്, മൈനസ് V2 റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് V2 ആയിരിക്കും. That is V1 plus T1 is equal to V2 plus T2 which is equal to a constant. Okay, V1 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, V2 പൊട്ടൻഷ്യൽ എനർജി അറ്റ് പോയിൻറ്റ് 1, T1 എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജി, V2 എന്ന് പറയുന്നത് സെക്കൻഡ് പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എനർജി, T2 എന്ന് പറയുന്നത് സെക്കൻഡ് പോയിൻറ്റിലെ കൈനറ്റിക് എനർജി. ഇത് രണ്ടിൻ്റെയും സം സെയിം ആണെന്ന് പറഞ്ഞാൽ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നല്ലേ വരിക. സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് potential energy equal to a constant. ഏത് ഫോഴ്സ് ഏത് ഫീൽഡിലാണ്, for a conservative force field. ഓക്കെ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതിനാൽ വിളിക്കുന്ന പേരാണെന്ത്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കോൾഡ്
മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. ദാറ്റ് ഈസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഏത് ഫീൽഡിലാണ്? ഇൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്കുള്ളത്. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അതിൻ്റെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. മെക്കാനിക്കൽ എനർജിയുടെ ബേസിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു ടേം കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്, ഇഫ് ദ ഫോഴ്സ് ഇസ് സെഡ് ടു ബി കൺസർവേറ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ അധികം നമ്മൾ പറഞ്ഞതായിട്ട് ശ്രദ്ധിക്കുക. കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു ടേമാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ തന്നെ മെൻഷൻ ചെയ്ത് പോവാം. പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. കൺസർവേറ്റീവ് ഫോഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിയും. കൺസർവേറ്റീവ് ഫോഴ്സിൽ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ initial and final position but not on the path followed. Okay, here work depends on the path followed. എവിടുന്ന് ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് 2ലേക്ക് എയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരു റിസൾട്ടും ബിയിലൂടെയാണ് പോകുന്നതെങ്കിൽ വേറെ റിസൾട്ടുമാണ് വർക്ക് ഡണ്ണിന് കിട്ടുന്നതെങ്കിൽ ദെൻ ദ ഫോഴ്സ് ഇസ് സെഡ് ടു ബി എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമ്മൾ പറഞ്ഞു, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം പറഞ്ഞു, കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞു. ഇവിടെ തന്നെ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൻ്റെ കണ്ടീഷനും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൻ്റെ കണ്ടീഷനും മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കണ്ടീഷനിലാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കൺസർവ്ഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അതേപോലെ ടോർക്ക് 0 ആകുമ്പോഴാണ് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നത്. അതേപോലെ ഫോഴ്സ് 0 ആകുമ്പോഴാണ് ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, താങ്ക് യു.